ഉണ്ണിയമ്മേ, കുമ്പടി വന്നു. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അതൃപ്തി പരസ്യമാക്കി ചാണ്ടി ഉമ്മൻ MLA. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. താൻ ഒഴികെ എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കുന്നില്ല. അന്ന് പറയേണ്ട എന്ന് കരുതിയതാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. എല്ലാം വിധിയുടെ വിളയാട്ടം. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്കൊഴിച്ച്. അതെന്താണ് എന്നെനിക്കറിയില്ല. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിന്തുടർച്ചാവകാശം ആർക്കുന്നതിൽ തുടങ്ങിയതാണ് തർക്കം. ഷാഫി പറമ്പിൽ കൊണ്ടുപോയ ആൾക്കൂട്ടത്തെ ചൊല്ലിയാണ് ചാണ്ടി ആദ്യം പിണങ്ങിയത്. അത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. പതിയെ ഷാഫി രാഹുൽ ടീമിന്റെയും പിന്നെ VD സതീശന്റെയും എതിർപക്ഷത്തായി ചാണ്ടി. അതിപ്പോ ലാഭായല്ലോ. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പം പോകണമെന്നായിരുന്നു സ്ഥാനാർത്ഥിയായിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആഗ്രഹം. പക്ഷേ ചാണ്ടി വഴങ്ങിയില്ല. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയെ അകറ്റി നിർത്താനുള്ള ഒരു കാരണം ഇത് തന്നെ. കെ സുധാകരനെ മാറ്റേണ്ടതില്ലെന്ന നിലപാടോടെ ചാണ്ടി രംഗത്ത് വന്നതും VD സതീശനെതിരായ അച്യുതണ്ടിന് ശക്തി പകരാനാണ്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ശശി തരൂർ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ തുടങ്ങി VD വിരുദ്ധ ഗ്രൂപ്പ് കെ സുധാകരനെ പിന്തുണ പ്രഖ്യാപിച്ചു. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഉപനിരയും സതീശനും പാർട്ടിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നുവെന്നാണ് VD വിരുദ്ധ നേതാക്കളുടെ പൊതുവിമർശനം. ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. സതീശനെ മുഖ്യശത്രുവായി കാണുന്നത് കൊണ്ടാണ് രമേശും മുരളിയുമെല്ലാം ഇപ്പോൾ സുധാകരനെ പിന്തുണയ്ക്കുന്നത്. അതേസമയം AI ഗ്രൂപ്പുകളിലെ പലരും ഇപ്പോൾ സതീശനൊപ്പമാണ്. സാധനത്തിന് വലിയ പഴക്കമൊന്നുമില്ല, പിന്നെ വീട്ടിൽ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാ. കണ്ടിട്ട് ഈ സാധനത്തിന് നല്ല വിലയുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. താനിതിന് വിലയൊന്നും തരണ്ട, സന്തോഷത്തോടെ ഇതങ്ങ് വാങ്ങിച്ചാ മതി. താരിന് നല്ലതേ വരൂ. അല്ലെങ്കിലും എനിക്ക് ഇനി നല്ലതേ വരൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.